ഞാൻ നിങ്ങൾക്ക് ഇന്നുണ്ടല്ലോ 2 ടൈപ്പിലെ വെറ്റില പരിചയപ്പെടുത്തി തരാം. ബാ, ഇത് നമ്മുടെ സാദാ വെറ്റിലയാണ് കേട്ടോ. സാദാ വെറ്റില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള വെറ്റിലയാണിത്. ഇതിൻ്റെ ഇതുപോലെ കിളുന്ന ഇല ഉണ്ടല്ലോ, ഈ കിളുന്ന ഇലയാണ് നമ്മൾ ഇത് മുറുക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് കാണിച്ചു തരാം. ബാ, ഇതാണ് തുളസി വെറ്റില. ഈ തുളസി വെറ്റിലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ സാധാ വെറ്റിലേക്കാട്ടിൽ ഇതിൻ്റെ ഇലകൾക്ക് ഭയങ്കര കട്ടിയായിരിക്കും. പിന്നെ അതിൻ്റെ തണ്ടിനൊക്കെ ഒരു പ്രത്യേക ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. മറ്റേ തണ്ടിനെക്കാട്ടിൽ ഇതിൻ്റെ തണ്ടിനൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഇലകൾ കട്ടിയുള്ളതായിരിക്കും മറ്റേനേക്കാട്ടിലും കൂടുതൽ. ഇത് പൂജാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ വെറ്റില നമ്മൾ എടുക്കാറുള്ളത്. ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഈ വെറ്റിലേക്ക്. മാത്രമല്ല ഈ തുളസി വെറ്റിലയുടെ തണ്ടിന് ചുവന്ന കളറാണ്. സാധാ വെറ്റിലേക്ക് എന്താണ് നമ്മുടെ സാധാ പച്ച കളറാണ്, പക്ഷെ ഇതിന് ചുമന്ന തണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് കൂടുതലായിട്ടും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് നമ്മുടെ സാധാ വെറ്റിലയാണ് കേട്ടോ. അപ്പോഴില്ലേ നമ്മൾ ഈ രണ്ടും ഇലകളും നമ്മൾ പൂജയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ആ ഇലയെക്കാട്ടിലും കൂടുതൽ കൂടുതൽ സ്മെല്ല്, ഒരു പ്രത്യേക ഒരു സ്മെല്ല് ഇതിനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ വെറ്റിലെ നല്ല ശുദ്ധിയോടെ വൃത്തിയോടെ നമ്മൾ ഇതിനെ തൊടാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പണ്ടുള്ളവരും ഇപ്പോൾ ഉള്ള ആളുകളും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ നല്ലോണം വളരും. ഇല്ലെങ്കിൽ ഇത് നശിച്ചു പോകുന്നാ പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ ബായ്.